പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം ഇന്റർ കാശിക്കെതിരെയാണ്. കഴിഞ്ഞ മുംബൈ സിറ്റി എഫ്സിക്കെതിരെയുള്ള മത്സരത്തിന് മുൻപായിരുന്നു ജയ് കുട്ടോൺഗോ എന്ന ഒരു സ്കോട്ട്ലൻഡ് താരത്തിനെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ട്രൈക്കറായിട്ടുള്ള വിക്ടർ ബർത്തമ്യു എന്ന താരത്തിന് സപ്പോർട്ട് നൽകാനായിട്ട് ജയ് കുട്ടോൺഗോ എന്ന ഈ ഒരു താരത്തിന് സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം വരുന്ന 28-ന് ഇന്റർ കാശിക്കെതിരെയാണ്. കഴിഞ്ഞ 2 മത്സരങ്ങളും കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അടുത്ത മത്സരത്തിൽ വിജയിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഈ ഒരു സീസണിൽ റെലഗേഷൻ ഉണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പോക്ക് ഇങ്ങനെയാണെങ്കിൽ അത് ടീമിനെ നല്ലപോലെ ബാധിക്കും. കഴിഞ്ഞ മത്സരത്തിലെ പ്രധാന പ്രശ്നമായിരുന്നു ഫൈനൽ തേർഡിലേക്ക് ബോൾ വരുമ്പോൾ അത് നല്ലപോലെ ഫിനിഷ് ചെയ്യാനായിട്ട് താരങ്ങൾക്ക് സാധിക്കുന്നില്ല. സ്ട്രൈക്കറായിട്ടുള്ള വിക്ടർ ബർത്തമ്യു എന്ന താരത്തിന് ഒറ്റയ്ക്ക് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല. ആരാധകരുടെയൊക്കെ സംശയമായിരുന്നു അടുത്ത മത്സരത്തിൽ ജയ് കുട്ടോൺഗോ എന്ന സ്കോട്ടിഷ് താരം കളിക്കുമോ എന്നുള്ളത്. നിലവിൽ ലഭിക്കുന്ന വാർത്തകൾ അനുസരിച്ച് ഇന്നലെ താരം ടീമിനോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. താരം നിലവിൽ ടീമിനോടൊപ്പം ട്രെയിനിങ് എല്ലാം നടത്തുന്നുണ്ട്. മറ്റന്നാൾ നടക്കാനായിട്ട് പോകുന്ന ഇന്റർ കാശിക്കെതിരെയുള്ള മത്സരത്തിൽ ജയ് കുട്ടോൺഗോ അവൈലബിൾ ആയിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. താരം ടീമിനോടൊപ്പം ട്രെയിനിങ് നടത്തുന്നതിൻ്റെ ചിത്രങ്ങളെല്ലാം കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്തുവിട്ടിട്ടുണ്ട്. അടുത്തൊരു കാര്യം, നാളെ ഇന്റർ കാശിക്കെതിരെയുള്ള മത്സരത്തിന് മുന്നോടിയായിട്ടുള്ള പ്രസ് മാച്ച് കോൺഫറൻസ് നടക്കും. നാളെ രാവിലെ 11:30 മത്സരത്തിന് മുന്നോടിയായിട്ടുള്ള പ്രസ് മാച്ച് കോൺഫറൻസ് നടന്നേക്കുക. മാത്രമല്ല കോച്ച് ഡേവിഡ് കാറ്റലയും അതുപോലെ തന്നെ വിപിനും പ്രസ് മാച്ച് കോൺഫറൻസിൽ പങ്കെടുത്തേക്കും. ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന് 11 മത്സരങ്ങളാണ് ബാക്കിയുള്ളത്. കളിച്ച 2 മത്സരങ്ങളിലും കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന മത്സരങ്ങളിൽ വിജയിക്കുക എന്നുള്ളത് നിർണായകമായിട്ടുള്ള കാര്യമാണ്.